ഒരു ചവിട്ടുന്നല്ലോ തന്റെ അന്നനാളോ ആമാശവും മണ്ണ് തിന്നും. ചെറുകുന്നത്ത് ഭാസ്കര പിള്ളയോടാണോ താൻ കളിക്കുന്നത്? സാർ ഞാൻ പറയുന്നു. താൻ ഒന്നും പറയണ്ട. കുട്ടിപിടുത്തക്കാരൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ തന്നെ പോലൊരു ചെറുപ്പക്കാരൻ. സാർ ഞാൻ കുട്ടിയെ കട്ടോണ്ട് പോകുന്നൊന്നുമല്ല. അല്ല, കുട്ടി തന്നെ കട്ടോണ്ട് പോയതാ. അഴിയെണ്ണിക്ക് ഞാൻ അഴി, മനസ്സിലായോ? പാക്കരപ്പിള്ള വലിയ വീമ്പ് പറയണ്ട. ഇയാള് പറയണതിലും കാര്യമുണ്ട്. കുട്ടി ഇയാൾ അവിടെ പിടിച്ചു വെച്ചിട്ടില്ല. കുട്ടി വരാൻ കൂട്ടാക്കില്ലെന്ന് വെച്ചാൽ ഞാൻ പൊതുവാളിനോടല്ല സംസാരിച്ചത്. കേട്ടനൂത്തുകാർക്കും ചന്ദ്ര പറയടോ. സാർ, സാറിന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടല്ലോ. ഞങ്ങളുടെ ആരുടെയും പ്രേരണയും നിർബന്ധമൊന്നുമല്ല. മോള് വാശി പിടിച്ച് കരയുമ്പോ ഞാൻ എന്താ ചെയ്യാ? കൊച്ചുകുട്ടിയല്ലേ. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി കണ്ട അവള് കൂടുതൽ വാശി പിടിക്കുള്ളൂ. കുറച്ച് സമയം കൂടി തന്നാ ഞാൻ തന്നെ മോളെ ഇവിടെ കൊണ്ടാക്കാം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്ത് ചെയ്യണമെന്ന് കൊച്ചിന്റെ അച്ഛൻ തീരുമാനിക്കും. ഒന്ന് ചെലക്കാതിരിക്കടോ പാക്കര പിള്ള. രാജാ, എന്നെ ഒന്ന് നിയന്ത്രിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. താൻ ചെല്ല്. പൊയ്യോടെ അക്കരെയാണ് അരിമട. അവിടെ പോയി വിളിച്ച കുട്ടിപ്പാപ്പ ആരും കൊണ്ടുപോയില്ല. എങ്ങനെ പോവാ? പതുക്കെ നടന്നോ. ഭയപ്പെടേണ്ട, ഞങ്ങളില്ലേ. വാ. മോളെ, ഇത് മോളെ, കണ്ണ് തുറക്കും മോളെ. മമ്മിയെ വിളിക്കുന്ന. എങ്ങനെയുണ്ട് ഡോക്ടർ? നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. പേടിച്ചു പോയി കുട്ടി, അതിന്റെയാ. കണ്ണ് തുറക്ക്. മമ്മിയെ വിളിക്കുന്ന. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് മോളെ, കണ്ണ് തുറക്കും മോളെ. ഈ അവസ്ഥയിൽ കൊണ്ടുപോകണോ? ശരിക്കും ബോധം തെളിയുന്നവരെ ഇവിടെ കിടത്തിയിട്ട് ഉപദേശത്തിന്റെ ആവശ്യമില്ല. കുട്ടിയെ നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ജീവനോടെ കിട്ടിയല്ലോ. പൊതുവാളെ, സമയം കളയണ്ട. താൻ കുട്ടിയെടുക്ക. അക്കരക്ക് ഇപ്പൊ തോണി ഉണ്ടാവുക. തോണി വരും പോവും. കുട്ടിയെടുക്കാൻ വരട്ടെ. നിയമപ്രകാരം കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്കാ കൊണ്ടുപോകേണ്ടത്. സ്റ്റുപ്പിഡ്. കുട്ടി ഇനി അച്ഛന്റെ വീട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യം കോർട്ട് തീരുമാനിക്കും. അമ്മേ, നീ മിണ്ടാതിരി. കുട്ടിയെ മാനസികമായി പോലും തകർത്തതിന് എല്ലാരെയും പ്രതി ചേർത്ത് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവാ. വരട്ടാതെ തള്ളേ. കുറെ കാലമായി നിങ്ങൾ കോടതി കോടതി എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നു. ജയരാജ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? കല്ല് വെച്ച 4 വർത്താനം പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങി വാടാ. ആണാണെങ്കിൽ പൊതുവാളെ, കുട്ടിയെടുക്ക. വരട്ടെ. മോളെ ഇപ്പൊ അങ്ങനെ ആരും ഇവിടെ കൊണ്ടുപോകുന്നില്ല. അത് പറയാൻ താനാരാ? ആരുമല്ല ഞാൻ, ആരുമല്ല. പക്ഷെ മോളെ കൊണ്ടുവരുന്ന പറയാനുള്ള അവകാശം ഇപ്പൊ മറ്റാരേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. ഏത് ബന്ധത്തിന്റെ പേരിലായാലും അവളുടെ കുഞ്ഞു മനസ്സ് നോവിച്ചുകൊണ്ട് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ആരായാലും. താൻ നിന്ന് പ്രസംഗിക്കണ്ട. കുട്ടിക്ക് എന്തോ മരുന്നോ മന്ത്രോ കൊടുത്ത് മയക്കി എടുത്തിട്ട് എന്താണ് തന്റെ ഉദ്ദേശം? പണത്തിനോ മറ്റോ ആയിരുന്നെങ്കിൽ അനാവശ്യം പറയരുത്. തനിക്ക് അനാവശ്യം കാണിക്കാം. എനിക്ക് പറഞ്ഞുകൂടാ. ചേട്ടാ മതി. പറയേണ്ടത് എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. വില കുറഞ്ഞ ഈഗോയുടെ പേര് പരസ്പരം വഴക്കടിക്കുന്നിടയിൽ കുഞ്ഞിനെ കുറിച്ച് ആരും ഓർത്തില്ല. മതി. ഞാൻ അവളുടെ ഡാഡി ആയിരിക്കാം, നീ അവളുടെ മമ്മി ആയിരിക്കാം. പക്ഷേ രക്തബന്ധങ്ങൾക്ക് അപ്പുറത്ത് സ്നേഹത്തിന് മറ്റേ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ബോധമില്ലാതെ തളർന്നു കിടക്കുമ്പോഴും അവളെ ഡാഡിയെയും മമ്മിയും അല്ല അന്വേഷിക്കുന്നത്. അവൾ നമ്മളെ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവൾ നമ്മളെ ആഗ്രഹിച്ചപ്പോഴൊന്നും നമ്മൾ അവളെ ശ്രദ്ധിച്ചില്ല, സ്നേഹിച്ചില്ല. സോറി നന്ദ, നിങ്ങൾ അവളുടെ ആരാണെന്ന് ഇപ്പോ മനസ്സിലാവുന്നു. നിർബന്ധിച്ച് ആരും അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അവൾ ഇവിടെ നിൽക്കട്ടെ. അവൾക്ക് എപ്പോ ഞങ്ങളെ കാണുമെന്ന് തോന്നുന്നോ അപ്പോ. അത് ചിലപ്പോൾ നാളെ ആവാം, ഒരാഴ്ച കഴിഞ്ഞാവാം, അല്ലെങ്കിൽ ഒരു മാസം. കാത്തിരിക്കാൻ
ഞങ്ങൾ തയ്യാറാണ്. എന്നങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? തൽക്കാലം മതിയാവും. ഞാൻ അവളുടെ അച്ഛനാണ്. എല്ലാം ഇവിടം വരെ കൊണ്ട് എത്തിച്ചതിന് നന്ദിയുണ്ട്. അല്ല നന്ദനോട് ഞാൻ പറഞ്ഞ എല്ലാരും കേട്ടല്ലോ, അത് തന്നെയാണ് തീരുമാനം. ജയരാജ ഒന്നുകൂടി ഏട്ടൻ മിണ്ടരുത്. നന്ദ ഇറങ്ങട്ടെ. എടോ നന്ദ. യശോദരമ്മേ, അപ്പൊ ഇറങ്ങല്ലേ? എന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കണേ? പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങന്നെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദ, മോളുറങ്ങി. തോണി കടവിലെത്തിയിട്ടുണ്ടാവില്ല. അവര് കടവിൽ തന്നെ കാണും. നീ മോളെ കൊണ്ടേ കൊടുക്ക്. ചേച്ചി, ഇപ്പൊ ഇവിടുന്ന് കരഞ്ഞിറങ്ങിപ്പോയത് അമ്മയാ. ഒരമ്മയുടെ വേദന എന്താണെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. ചേച്ചി, അവൾ ഉണർന്ന ഉണർത്തരുത്. ഉറങ്ങുമ്പോഴേ പറ്റൂ. മോളെ കൊണ്ടുപോയിക്കൊള്ളൂ. നന്ദ ഇല്ല, മോളെ കൊണ്ടുപോകണം. ഇപ്പോൾ അവൾ ഉറങ്ങ. അവൾ ഉണരുമ്പോ ഉണർത്താതെ നോക്കിയാൽ മതി. ഉണരുമ്പോഴേക്കും തോണി അക്കരെ എത്തിയിട്ടുണ്ടാവും. അവളെ വേദനിപ്പിച്ച് സാരമില്ല, കൊണ്ടുപോകുള്ളൂ. സ്ഥിരമായിട്ട് അവൾക്കോട്ട് തങ്ങാനാവില്ലല്ലോ. സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരാഴ്ച, ഇല്ലെങ്കിൽ ഒരു മാസം. വേണ്ട, ഇപ്പോഴാവുമ്പോൾ എളുപ്പ. ഇല്ലെങ്കിൽ കാലം പഴകും തോറും ഒരു പറിച്ചുകൊണ്ട് പോക്ക്. അവക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവക്ക് മാത്രമല്ല, ഞങ്ങൾക്കും, ഈ കുട്ടികൾക്കും, ആ മിണ്ടാപ്രാണികൾക്ക് വരെ. നന്ദ, കഴിഞ്ഞതൊക്കെ ഈ നാടും ഇവിടെ തങ്ങിയതും ഉറങ്ങുമ്പോൾ കണ്ടൊരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവളത് വിശ്വസിച്ചോളും. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവ